ഹായ്, വീണ്ടും ആ നിലവിളി ശബ്ദം ആരുടെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ദൃശ്യം 3 എന്ന സിനിമയുടെ കളക്ഷൻ പ്ലസ് ബിസിനസ് 330 കോടിയായി എന്നുള്ളൊരു പോസ്റ്റർ വന്നു ഇന്നലെ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കേൾക്കാം ആ നിലവിളി ശബ്ദം എന്ന്. അത് സത്യമായി അത് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ, സിനിമാ കാഴ്ച നവാസിന്റെ ആ നിലവിളി ശബ്ദം ഇവിടെ വരെ കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? പുള്ളി ആകെ പെട്ട് കിടക്കുന്നേ. പുള്ളി ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ലാലേട്ടൻ എയറിലാണ്, അതായത് ഫുട്ബോളുകളൊക്കെയാണ്. അപ്പോൾ ലാലേട്ടന്റെ ഒരു സോങ് കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്തുണ്ടായിരുന്നു. അത് ഇപ്പോൾ എടുത്ത് പുള്ളി റിയാക്ട് ചെയ്ത് ലാലേട്ടൻ എയറിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിയുടെ ലക്ഷ്യം കളിയാക്കുക എന്നുള്ളത് തന്നെയാണ്. പുള്ളി പറയുന്നത് സാധാരണ ഫുട്ബോളൊക്കെ വരുമ്പോൾ ഷക്കീലയാണ് ഇത്തരം പാട്ടുമായിട്ടൊക്കെ വരിക എന്നുള്ളതാണ്. ഈ പുള്ളിക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഷക്കീലയല്ല, ഷക്കീറ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വിവരമില്ല എന്നുള്ളത് നമ്മൾക്കറിയാം, പക്ഷെ ഇതുമാതിരി മന്നിപ്പാവരുത് എന്നുള്ളതാണ്. ഇപ്രാവശ്യം ലാലേട്ടനാണ് ആ സോങ്ങുമായി വന്നിരിക്കുന്നത്. ലാലേട്ടൻ എയറിലാണ് എന്നാണ് പുള്ളി പറയുന്നത്. ശരി, അത് പോട്ടെ. പുള്ളിയുടെ വിവരമില്ലായ്മ, സങ്കടം അതൊക്കെയാണ് എന്ന് വിചാരിക്കാം. ഇപ്പോ ദൃശ്യം 3യുടെ കളക്ഷൻ പ്ലസ് ബിസിനസ് കണ്ട് പുള്ളിയുടെ കണ്ണ് തള്ളിയിട്ട് പുള്ളി പറയുന്നത് ആന്റണി പെരുമ്പാവൂര് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ വിചാരം ഇപ്പോഴും ഇത് കളക്ഷനാണ് എന്നുള്ളതാണ്. പുള്ളി ഇതിനു മുൻപും ഇതേ മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എമ്പുരാന്റെ കേസിൽ 325 കോടി എങ്ങനെ കിട്ടും, ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് പുള്ളി വീഡിയോ ചെയ്തതാണ്. അന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ് എന്ന്. അതെന്താണ് എന്ന് പുള്ളിക്ക് അറിയില്ല. അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3യുടെ ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ് ആണ് ഈ പറയുന്ന 330 കോടി. പല ആൾക്കാർക്കും കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടില്ല. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ കരച്ചിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതുകൊണ്ട് വലിയ പുതുമയൊന്നും ഇല്ല. പിന്നെ ദൃശ്യം 3യുടെ ബിസിനസ് കളക്ഷൻ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. 330 കോടി ആണോ കിട്ടിയിരിക്കുന്നത്, അതിനും മുകളിലല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് മനോരമയും പെൻ സ്റ്റുഡിയോസും ഒരുപാട് പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ എന്നൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇവിടെ പനോരമ മുടക്കിയ പണമോ പെൻ സ്റ്റുഡിയോസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമോ കൂട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ്, അതായത് സാറ്റലൈറ്റ് OTT അങ്ങനത്തെ ബിസിനസ് മാത്രമാണ് ഈ 330 കോടിയിൽ ചേർത്തിരിക്കുന്നത്. അല്ലാതെ പനോരമ സ്റ്റുഡിയോസ് മുടക്കിയ പണമോ പെൻ സ്റ്റുഡിയോസ് മുടക്കിയ പണമോ ഇതിൽ ചേർത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. കാരണം അത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. കാരണം അവർ നിർമ്മാണ പങ്കാളികളാണ്. അതുകൊണ്ട് അവർ മുടക്കിയ പണം എത്രയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഇപ്പോൾ 238 കോടിക്കടുത്തായിരിക്കുന്നു. അതും പ്ലസ് സാറ്റലൈറ്റ് OTT അങ്ങനത്തെ ബിസിനസ് എല്ലാം ചേർത്താണ് ഈ 330 കോടി എന്നുള്ള ഒരു തുക വന്നിരിക്കുന്നത്. ഇപ്പോൾ പല ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ദൃശ്യം 3 മലയാള സിനിമയിലെ ഏറ്റവും ലാഭം നേടിയ ഒരു സിനിമയാണ്. അതായത് മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ലാഭം ദൃശ്യം 3ക്കാണ് വന്നിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന് വലിയ ലാഭമാണ് സിനിമ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നു. നവാസിനെ പോലുള്ള ആൾക്കാരുടെ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.